ജൻസി പ്രണയങ്ങൾ പഴയ രമണന്റെയും ചന്ദ്രികയുടെയും പ്രേമമല്ല. എന്നാൽ ജൻസി പ്രണയങ്ങളിലും ആത്മഹത്യകളും പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. പലരും അതിനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലെയും പ്രണയം പോലെ തന്നെ ജൻസി പ്രണയത്തിനും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് തലങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള തലം എന്ന് പറയുന്നത് ഇമോഷണൽ ഹെൽത്ത്. ഈ വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാൻ ഈ ഒരു ബന്ധം പലപ്പോഴും സാധ്യമാവുന്നുണ്ട്. മറ്റൊന്ന് ഓതന്റിസിറ്റിയാണ്. അതായത് ഇവര് ജാതി, മതം, ഫാമിലി സ്റ്റാറ്റസ് എന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സ്വന്തം ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് ഈ ബന്ധത്തിന്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ടെക്നോളജി ഈസ് എ ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദേശം ഇവർക്കൊരു വിഷയമേ ഇല്ല. അയൽവക്കത്താവണമെന്നില്ല, നാട്ടിലാവണമെന്നില്ല. സോഷ്യൽ മീഡിയ വഴി ഏത് ദേശത്തുമുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവാനും ആ ബന്ധം ഒരു നല്ല ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കാനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ചില നെഗറ്റീവ്സ് കൂടി പറയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവേണ്ട സാധ്യത എപ്പോൾ വേണമെങ്കിലും ആരുമായിട്ടും പുതിയൊരു സൗഹൃദം സ്ഥാപിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബന്ധങ്ങൾ പലപ്പോഴും ശിഥിലമായി പോകുന്ന അവസ്ഥയുണ്ട്. ഗോസ്റ്റിംഗ് കൾച്ചറാണ് മറ്റൊന്ന്. അതായത് എപ്പോൾ വേണമെങ്കിലും വേണ്ട എന്ന് തോന്നിയാൽ നിർദ്ദയം കട്ട് ചെയ്തു പോകാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നുണ്ട് ഈ കൂട്ടർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകൾ മാനസികമായി തകരുന്നു, അവരൊരു ട്രോമയിലേക്ക് പോകുന്നു, അത് ചിലപ്പോൾ സൂയിസൈഡിലേക്ക് എത്തുന്നു എന്നൊന്നും ഇങ്ങനെ വിട്ടുപോകുമ്പോൾ ഇവർ ചിന്തിക്കുന്നേയില്ല. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുകയാണ് ഫാസ്റ്റ് ബ്രേക്കപ്പ് ആണ്. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുകയും ബ്രേക്കപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ കാലത്തുമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജൻസി പ്രണയങ്ങളിലും ഉണ്ട്. പക്ഷേ പഴയ തലമുറക്കാർ ഇപ്പോഴും ജൻസി പ്രണയത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മളോടൊപ്പം കൂടാനും ശ്രമിക്കണം.